ഹായ്, വെൽക്കം ടു വൈബല്ല. ഇന്നത്തേതൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. DIY ഡിസൈനർ ഹിജാബ് പിൻസ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള സിമ്പിൾ പിന്ന് തന്നെ നല്ല ഭംഗിയുള്ള ട്രെൻഡി ഡിസൈനർ പിൻസായി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതിനൊരു 5 മിനിറ്റ് പോലും വേണ്ട ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് ആദ്യം വേണ്ടത് ഹാഫ് പേൾസ് ആണ്, അതായത് പകുതി മുറിച്ച മുത്തുകൾ. ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വേണ്ടത് പെൻസിൽ, ഒരു സിസേഴ്സ്, ഫാബ്രിക് ഗ്ലൂ. ഇതിന് പകരം ഹോട്ട് ഗ്ലൂ കയ്യിലുള്ളവർ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ്. ഇതിന് പകരം നല്ല കട്ടിയുള്ള ജീൻസ് പോലത്തെ ക്ലോത്ത് ആയാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടതൊരു പ്ലെയർ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ കാർഡ്ബോർഡ് എടുത്ത് പെൻസിൽ വെച്ച് ചെറിയൊരു വട്ടം വരച്ചെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ ചെറിയൊരു വട്ടം വരച്ചെടുക്കുക. അതിനുശേഷം നമ്മളത് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് മാറ്റണം. കണ്ടല്ലോ, ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സർക്കിൾ കാർഡ്ബോർഡിൽ വെച്ച് ഇതേ സൈസുള്ള മറ്റൊരു സർക്കിൾ നമ്മൾ ട്രേസ് ചെയ്തെടുക്കണം. ഇനി ഈ 2 കാർഡ്ബോർഡ് സർക്കിൾസ് വെച്ചാണ് നമ്മൾ ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള പിന്ന് നമ്മൾ എടുക്കുക. എന്നിട്ട് അതിൽ ഓൾറെഡി ഉള്ള മുത്തുണ്ടല്ലോ, അത് നമ്മൾ ഒരു പ്ലെയർ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പൊട്ടിച്ചെടുക്കുക. ഇതാ ഞാൻ പൊട്ടിച്ചെടുത്തു കഴിഞ്ഞു. ഇനി അത് നമുക്ക് മാറ്റാം. ഇപ്പോൾ എൻ്റെ പിന്ന് ഇങ്ങനെയാണുള്ളത്. ഇനി ഫാബ്രിക് ഗ്ലൂ എടുത്ത് ഇതിലൊരു കാർഡ്ബോർഡ് പീസിൽ നമ്മൾ ഗ്ലൂ തേക്കണം. എന്നിട്ട് ഈ പിന്നെടുത്ത് നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. അടുത്ത കാർഡ്ബോർഡ് പീസിലും കുറച്ച് ഗ്ലൂ തേച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടില്ല. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്ത ഉടനെ തന്നെ അങ്ങനെ ഉപയോഗിക്കരുത്. കുറച്ച് സമയം അതിനെ ഉണങ്ങാൻ വേണ്ടി കൊടുക്കണം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. കാർഡ്ബോർഡിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഗ്ലൂ തേച്ച് കൊടുക്കുക. ഇനി നമ്മുടെ പേൾസ് ഓരോന്നായിട്ട് അതിൻ്റെ മുകളിൽ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും സെൻറ്ററിൽ ഞാനൊരു പേൾ വെച്ച് കൊടുത്തു. ഇനി അതിന് ചുറ്റും ഞാൻ പേൾസ് വെച്ച് ഫില്ല് ചെയ്യും. ഇനി ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ഡിസൈനർ പിൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് ഉണങ്ങി സെറ്റാവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത്രയും സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക.
അത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഷാളിൽ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതേ മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ വേറെ 2 പിന്നും കൂടെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരാരും വീണ്ടും സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ച് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഡിസൈനർ പിൻസ് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഈ ഒരു DIY ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും. കാരണം അവരുടെ ഡ്രസ്സിന് കളർ മാച്ചിങ് ആയ ഡിസൈനർ പിൻസ് അവർക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.